സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഞാൻ മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന്. സോ നമ്മൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് രണ്ട് രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വൺ ഈസ് SOA, അതായത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ്. അതെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, AMCs, അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് അത്തരം മ്യൂച്വൽ ഫണ്ട്സ് നമുക്കായിട്ട് അവൈലബിൾ. നിങ്ങളത് ബാങ്ക് മൂലം നിങ്ങൾക്ക് അറിയുന്ന പല ബാങ്കിന്റെ SBI, ICICI, HDFC, IDBI, ആക്സിസ് ബാങ്ക്, സോ ഇത്തരം ബാങ്കുകളിൽ നിന്നൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ്, അവരുടെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ബാങ്ക് മുഖാന്തരം നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാം. പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്നത് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധ്യത. എന്നാൽ ഇനിയൊരു തരം മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതാണ് ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട്. ഡിമാറ്റ് ഫോർമാറ്റിൽ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾക്ക് ആരെ ആശ്രയിക്കേണ്ട, നമ്മുടെ ധനിൻ്റെ ആപ്പ് മുഖാന്തരം തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് SIP ആയിട്ടോ, അതായത് നിങ്ങളുടെ സേവിങ്സ് അനുസരിച്ചിട്ട് അത് റെഗുലറായിട്ടോ ഇറഗുലറായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയ്യിൽ എപ്പോഴൊക്കെ കാശ് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. അല്ല, ഒരു ഫിക്സഡ് ഇൻകം നിങ്ങൾക്ക് ഉണ്ട് മാസം തോറും, അല്ലെങ്കിൽ ദിവസത്തിൽ പോലും ഓരോ ദിവസം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. യൂണിറ്റ് വൈസ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 10 rupees ബേസിക് വാല്യൂ NAV വരുന്നതാണ്. ഓരോ ഫണ്ടിനും ഓരോരോ മിനിമം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് SIP നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി, ഇപ്പോൾ എനിക്ക് 1000 rupees വീക്ക്ലി 1000 മാറ്റി വെക്കാം, അതൊരു കൈൻഡ് ഓഫ് SIP ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ എല്ലാ ചിലവും പോയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു 5000 അവൈലബിൾ ആണ്. നിങ്ങൾ യൂട്യൂബ്സിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി യൂട്യൂബ്സിലൊക്കെ ഞാനും തന്നെ കാണാറുണ്ട്, പലപ്പോഴും പല വീഡിയോസിലും പല പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു കേൾക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി. അതായത് പുതിയ NFO ഇറങ്ങുന്നുണ്ട്. NFOs നിങ്ങൾക്ക് ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമ്മളെ പറഞ്ഞു വിടും, നമുക്ക് അവരുടെ വീഡിയോസിലൊക്കെ നല്ല എല്ലാം അതൊക്കെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. അതായത് SOA കൈൻഡ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അവരിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്ന മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുക. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.